പാകിസ്ഥാൻ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. 3 പാക് എയർബേസുകൾ ഇന്ത്യ തകർത്തതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ പാക് വ്യോമപാത പൂർണ്ണമായും അടച്ചു. भारत अपनी नंगी जारियत को जारी रखते हुए कुछ देर कबल उसने अपने तैयारों से फ़ज़ा से ज़मीन पर मिज़ाइल दागे हैं. नूर खान बेस, पाकिस्तान एयरफोर्स की मुरीद बेस और शोरकोट बेस को निशाना बनाया गया है. भारत अपनी नंगी തുടർച്ചയായുള്ള ആക്രമണങ്ങൾ ശക്തമായി തുടരുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകുന്നത്. 3 പാക് എയർബേസുകൾ ഇന്ത്യ തകർത്തതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി അതുല്യ രാമചന്ദ്രനുണ്ട്. അതുല്യ, ശക്തമായ മറുപടി തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 3 പാക് എയർബേസുകൾ ഇന്ത്യ തകർത്തതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാക് വ്യോമപാത പൂർണ്ണമായും അടച്ചിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, പാകിസ്ഥാന് നേരെ ഇന്ത്യ കനത്ത ആക്രമണം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ വന്നിരുന്നു. ഇതിപ്പോൾ ഔദ്യോഗികമായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 എയർ ബേസുകൾ തകർന്നതായി പാകിസ്ഥാന്റെ തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഉടനടി ഈ സംഘർഷത്തിൽ ഇടപെടണം എന്ന രീതിയിൽ ലോകരാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഈ ഒരു പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്നുള്ള ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇന്ത്യക്ക് നേരെ തുടർച്ചയായ 3-ാം ദിവസവും അതിർത്തി കടന്നും പാകിസ്ഥാന്റെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കനത്ത ഒരു തിരിച്ചടിക്ക് ഇന്ത്യ മുതിർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളെയും അതുപോലെ തന്നെ ജനവാസ മേഖലകളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം കടുപ്പിച്ചിരുന്നു. അതിർത്തി മേഖലകളിലെ ഷെല്ലിംഗ് എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യക്കുള്ളിൽ സാധാരണക്കാരായ ജനങ്ങളെ കൂടി ഇരകളാക്കുന്ന രീതിയിലുള്ള ആക്രമണത്തിലേക്ക് പല ജനവാസ മേഖലകളിലേക്കും പാകിസ്ഥാൻ ആക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ എയർ ബേസുകൾ തകർത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ 3 എയർ ബേസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായി ഇന്നലെ രാത്രി തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജിയോ ന്യൂസും സമ ന്യൂസും അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വ്യോമത്താവളങ്ങൾക്ക് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായി ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഈ വ്യോമത്താവളങ്ങളുടേതെന്ന നിലയിൽ നിരവധി വീഡിയോ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി പാകിസ്ഥാന്റെ ഔദ്യോഗിക ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് അഹമ്മദ് ഷെരീഫ് ചൗധരി വാർത്താ സമ്മേളനം നടത്തുകയും ആ വാർത്താ സമ്മേളനത്തിലാണ് ഈ പാകിസ്ഥാന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ 3 തന്ത്രപ്രധാനമായ വ്യോമത്താവളങ്ങൾ ഇന്ത്യ ലക്ഷ്യമിട്ടതായി സ്ഥിരീകരിച്ചത്. വെള്ളിയാഴ്ച രാത്രി നൂർഖാൻ, അതുപോലെ മുരീദ്, ഷോർക്കോട്ട് എന്നീ വ്യോമത്താവളങ്ങൾക്ക് നേരെയാണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് ജനറൽ ലഫ്റ്റനന്റ് അഹമ്മദ് ഷെരീഫ് ചൗധരി പറഞ്ഞത്. ഒന്നിലധികം മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായും ഇവ വിമാനങ്ങളിൽ നിന്ന് തൊടുത്തുവിട്ടതായും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ എല്ലാ സ്വത്തുക്കളും സുരക്ഷിതമാണ് എന്നും അതേസമയം വ്യോമത്താവളങ്ങൾക്ക് തീ പിടിച്ചു എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പത്താൻകോട്ട് വ്യോമത്താവളം, ഉദ്ധംപൂർ വ്യോമത്താവളം, ഗുജറാത്ത് വ്യോമത്താവളം, രാജസ്ഥാൻ വ്യോമത്താവളം, ബ്രഹ്മോസ് സംഭരണ സ്ഥലം എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ 7 ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ 7 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നതായും പാകിസ്ഥാൻ വിശദീകരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാന്റെ തുടർ നടപടിയായി ഈ ലക്ഷ്യങ്ങൾക്ക് നേരെ, ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ നേരെ ഇന്ത്യയുടെ ആക്രമണത്തിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയ പാകിസ്ഥാനേറ്റ തിരിച്ചടി എന്ന് പറയുന്നത് ഈ 3 എയർ ബേസുകൾ ആക്രമിക്കപ്പെട്ടത് തന്നെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം അതിൻ്റെ പുതിയൊരു തലത്തിലേക്ക് നടക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു തലത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ വ്യോമത്താവളങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത്. അതിനു പുറമെ പാകിസ്ഥാൻ പ്രദേശത്തേക്ക് ഇന്ത്യയുടെ ഏതാണ്ട് 80ഓളം ഇസ്രായേൽ നിർമ്മിത IAI ഹെറോൺ ഡ്രോണുകൾ പറത്തിയതായും പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ഏതാണ്ട് 80ഓളം ഇത്തരത്തിലുള്ള ആളില്ലാ ഡ്രോണുകളാണ് പാകിസ്ഥാന് നേരെ ഇന്ത്യ പ്രയോഗിച്ചത് എന്നാണ് പാകിസ്ഥാന്റെ വിശദീകരണം. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായി ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായി
ഇന്ത്യക്കെതിരായ ഒരു സൈനിക നടപടിക്കും നാമകരണം ചെയ്തു കഴിഞ്ഞു. ഓപ്പറേഷൻ ബനിയൻ ഉൽ മർസൂസ് എന്ന പേരായ ഒരു സൈനിക നടപടിക്കാണ് പാകിസ്ഥാൻ തുടക്കമിട്ടിരിക്കുന്നത്. അതിൽ ഈ ഓപ്പറേഷൻ ബനിയാനുൽ മർസൂസിൻ്റെ ആദ്യഘട്ടം അല്ലെങ്കിൽ ആദ്യ പടിയായി അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഉദ്ധംപൂർ, അതുപോലെ തന്നെ പട്ടാൻകോട്ട് വ്യോമത്താവളം, ഇന്ത്യയുടെ ഏറ്റവും വലിയ വജ്രാദു ആയുധമായ ബ്രഹ്മോസിൻ്റെ സംഭരണ സ്ഥലം മുതലായ ഈ 7 ലക്ഷ്യങ്ങളെ തകർക്കലാണ് ഈ ഒരു ഓപ്പറേഷൻ ബനിയാൻ ഉൽ മർസൂസിൻ്റെ ആദ്യഘട്ടമായി പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടിയായാണ് ഓപ്പറേഷൻ ബനിയാൻ ഉൽ മർസൂസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു ദൗത്യ പ്രഖ്യാപനത്തിലൂടെ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു പേരിട്ട് ഈ ഒരു ദൗത്യം ആരംഭിക്കുന്നതിലൂടെ പാകിസ്ഥാൻ ഇപ്പോൾ സൈനിക നടപടി അല്ലെങ്കിൽ ഒരു കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ബുനിയാൻ അൽ മർസൂസ് എന്നത് ഒരു അറബ് ഉത്ഭവത്തിൽ നിന്നുള്ള വാക്കാണ്. ഒരു സോളിഡ്, ഒരു അടിത്തറ, ശക്തമായ അടിത്തറ അല്ലെങ്കിൽ ഉരുക്കുകൊണ്ടുള്ളത് എന്നെല്ലാം അർത്ഥം വരുന്ന ഒരു വാക്കാണ് ബനിയാൻ അൽ മർസൂസ് എന്നത്. ഓപ്പറേഷൻ ബനിയാൻ അൽ മർസൂസ് എന്നതുകൊണ്ട് അത്ര ഒരു തങ്ങളുടെ ശക്തി തന്നെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഉരുക്കുകൊണ്ടുള്ളത് അല്ലെങ്കിൽ അത്രയും ഐക്യപ്പെട്ടത് എന്നെല്ലാമാണ് ഈ ഒരു വാക്കിനർത്ഥം. ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടിയായാണ് ഇപ്പോൾ അല്ലെങ്കിൽ അതിന് മറുദൗത്യമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു ഓപ്പറേഷൻ ബനിയാൻ അൽ മർസൂസ് ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടമായാണ് ഇന്ത്യക്കെതിരെ ഉള്ള ആക്രമണത്തിന് അവർ പദ്ധതിയിടുന്നത്. പക്ഷേ 7ഓളം സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കുമെന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു നടപടി എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളൊരു ചോദ്യമെല്ലാം അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും നിലവിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ആക്രമണം അതിൻ്റെ ഒരു തലം കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ത്യക്ക് എതിരായ ആക്രമണം തുടർച്ചയായ 3ാം ദിവസവും അതിശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിർത്തികളിൽ നിന്നും മാറി 4 അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും മാറി ഇന്ത്യക്കകത്തേക്ക് കടന്നുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമണം തുടരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ ഒരു തിരിച്ചടി ഇന്ത്യയും കനപ്പിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ പാകിസ്ഥാനുള്ളിൽ നിരവധി ഇടങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി പാകിസ്ഥാനി മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കറാച്ചിയിലും ലാഹോറിലും ഇത്തരത്തിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്ലാമാബാദിനടുത്തും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് റിപ്പോർട്ടുകളുള്ളത്. കറാച്ചി തുറമുഖം അതീവ ജാഗ്രതയിലാണ്. ഇന്ത്യൻ നാവികസേനയുടെ സൈനിക വിന്യാസം കറാച്ചി തുറമുഖത്ത് ഉണ്ട്. കറാച്ചി തുറമുഖത്തിന് നേരെ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ സജ്ജമായാണ് ഇന്ത്യൻ നാവികസേന കറാച്ചി തുറമുഖത്തിന് സമീപം അല്ലെങ്കിൽ കറാച്ചി തുറമുഖത്തിന് അഭിമുഖമായി ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരയിലായാലും കടലിലായാലും ആകാശത്തിലായാലും പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ സജ്ജമായി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ഒരുങ്ങിയിരിക്കുന്നത്. വൃന്ദ, ഈ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കനത്ത പ്രത്യാക്രമണവുമായി ഇന്ത്യ 3 പാക് വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു. 8 പാക് നഗരങ്ങളിൽ ഉഗ്ര സ്ഫോടനം. ആക്രമണം സ്ഥിരീകരിച്ച പാകിസ്ഥാൻ നൂർഖാൻ എയർബേസ് ആക്രമിച്ചതായി പാകിസ്ഥാൻ പറയുന്നു. ലാഹോറിലും കറാച്ചിയിലും സ്ഫോടനങ്ങളെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതിനിടെ 3 എയർബേസുകളാണ് ഇന്ത്യ തകർത്തതായി പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടെ പാക് വ്യോമപാത പൂർണ്ണമായും അടച്ചു. ജലന്ധറിലും ജമ്മുവിലും അടക്കം തന്നെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. കനത്ത സുരക്ഷ നിലനിർത്തിക്കൊണ്ട് ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നതടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തെ 32 വിമാനത്താവളങ്ങളാണ് അടച്ചിടുന്നത്. ഈ മാസം 12 വരെ അടച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു.